ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. രാവിലെ തന്നെ ഒരുങ്ങി എങ്ങോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾ കരുതുന്നതല്ലേ? ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്, അമ്പലത്തിൽ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ശാസ്താക്ഷേത്രമുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ചയാണ് ഞാൻ അവിടെ സാധാരണയായിട്ട് പോകുന്നത്. ഇന്നലെ പോകാൻ പറ്റിയില്ല, ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച എന്തായാലും രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കുന്നുള്ളൂ എന്ന് കരുതി പെട്ടെന്ന് ഒരുങ്ങി പോവുകയാണ്. അമ്പലത്തിൽ വലിയ തിരക്കുള്ള അമ്പലമല്ല, ശനിയാഴ്ച മാത്രമേ വലിയ തിരക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ രാമായണ മാസം ആയതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ എല്ലാ അമ്പലത്തിലും ഈ രാമായണ മാസം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നീട് വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചേട്ടന് അത്യാവശ്യമായിട്ട് പോകേണ്ട അത്യാവശ്യം പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അപ്പവും ചമ്മന്തിപ്പൊടിയൊക്കെ ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് കൊടുത്തു. പക്ഷേ അത് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയതുമില്ല, ഓർത്തതുമില്ല. പിന്നെ ഇത് ഉച്ചക്കലത്തെ പരിപാടികളിലേക്ക് കടന്നു. ഉച്ചയ്ക്ക് പിന്നെ വാഴക്കൂമ്പ് തോരനാണ്. ഇവിടെ മിക്കവാറും വാഴക്കൂമ്പ്, വാഴത്തണ്ട്, വാഴക്കായ്, അങ്ങനെ നാടൻ കറികളാണല്ലോ ഇവിടെ വെക്കുന്നത്. അത് കണ്ട് കണ്ട് നിങ്ങളും മടുത്ത് കാണും. എങ്കിലും ഞാൻ കാണിച്ചതാണ്. ഇതിപ്പം വാഴക്കൂമ്പ് നമ്മുടെ ഇത് പാളയംതോടൻ വാഴക്കൂമ്പാണ്, പാളയംതോടൻ വാഴയുടെ കൂമ്പാണ്. നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചാൽ. ഇതിൽ നമുക്ക് വൻപയറും കൂടെ കുതിർത്ത് വൻപയർ കൂടെ വേവിച്ച് ചേർത്ത് നല്ല തോരനാണ്. പക്ഷേ ഞാൻ പയർ വെള്ളത്തിടാനൊക്കെ മറന്നതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് ഇപ്രാവശ്യം അങ്ങനെ വെക്കണ്ട, സാധാരണ വാഴക്കൂമ്പ് മാത്രം അരിഞ്ഞ് തോരൻ വെക്കാമെന്ന് കരുതി. മോള് കാപ്പി കുടിക്കാൻ വന്നതാണ്, അന്നേരം അവൾ വീഡിയോ പിടിക്കുന്നതിന് എന്നെ വഴക്ക് പറഞ്ഞത് അതുകൊണ്ട് പോവുകയാണ്. എന്തായാലും അങ്ങനെ വാഴക്കൂമ്പ് തോരനൊക്കെ വെച്ചു. പിന്നെ കുറച്ച് കപ്പ ഇരുന്നു, അത് പുഴുങ്ങി. വാഴക്കൂമ്പ് ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ, പയറിടാതെ വെച്ചതാണ്. കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ കടുക് വറുക്കുമ്പോൾ കുറച്ച് അരിയും കൂടെ കടുക് വറുത്താൽ മതി, അന്നേരം നല്ല ടേസ്റ്റായിരിക്കും. എപ്പോഴും പയറും കൂടെ ഒക്കെ ഇട്ടല്ലേ വെക്കുന്നത്. പിന്നെ പുളിശ്ശേരി, പിന്നെ മീൻകറി, ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ചാള വറുക്കാൻ, 2-3 ചാളയൊക്കെ വറുക്കാൻ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ മതിയെന്ന് വിചാരിച്ചു. അതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കലത്തെ ചോറിനുള്ള വിഭവങ്ങൾ. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ പട്ടിക്കുട്ടികളാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ വരുന്നൊരു ഒരു പെൺപട്ടി ഉണ്ടായിരുന്നു. അത് ഗർഭിണിയായിരുന്നു. അത് താഴെ ഒരു ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് പോയി പ്രസവിച്ചതാണ്. 7 കുഞ്ഞുങ്ങളുണ്ട്. ഇനിയിപ്പം നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും പ്രസവിച്ച് കഴിഞ്ഞതല്ലേ ഉള്ളത്. കുറച്ച് ഒന്ന് വലുതായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി അവിടെ ഞങ്ങൾ കിടത്തിയേക്കുവാണ്. പിന്നെ ആഹാരമൊക്കെ അതിൻ്റെ തള്ളപ്പട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ പഞ്ചായത്ത് മെമ്പറോടൊക്കെ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം ഉത്തരവാദി മാർക്കോയാണെന്നാണ് പറയുന്നത്. മാർക്കോയ എന്തായാലും നല്ല വെയിലുള്ളത് കൊണ്ട് മോളൊന്ന് കുളിപ്പിച്ച് ആഹാരമൊക്കെ കൊടുത്തു കേട്ടോ. ഇത് അപ്പോഴാണ് അവിടെ 2 മാതള നാരങ്ങ ഇരിക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ അല്ലിയായിട്ട് പറിച്ചെടുത്തപ്പോൾ നല്ല രസം, എൻ്റെ കാണാൻ നല്ല രസമല്ലേ കാണാൻ. ആ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലിയാക്കിയതാണ്. അപ്പോഴേ ഞാനത് വീഡിയോ എടുത്തു. പിന്നെ ജ്യൂസ് അടിച്ചു. ജ്യൂസ് ഞങ്ങളൊക്കെ കുടിച്ചു. നല്ല ഇതിപ്പോൾ പഞ്ചസാര ഇടാതെ അതിനകത്ത് തേൻ ഒഴിച്ചു കേട്ടോ. മധുരം ഉണ്ടെങ്കിലും ഇച്ചിരി തേനും കൂടെ ഒഴിച്ച് കുടിച്ചതാണ്. ഞാൻ പറഞ്ഞത് നല്ലോണം വെളുക്കും ചുമക്കും എന്നൊക്കെ പറഞ്ഞ് കുടിച്ചതാണ് കേട്ടോ.